ചങ്ങനാശ്ശേരിയിൽ നിന്നും കടുത്തുരുത്തിന്നും ഇല്ലിക്കെന്നും ഒക്കെ കുറെ കൊള്ളക്കാർ വന്നിട്ട് പോയിന്ന് കേട്ടു. എന്താ വിശേഷം? നമ്മുടെ മക്കളെ കോടതി കയറ്റിയല്ലേ? ആ, കയറ്റി. വിസ്തരിക്കുകയും ചെയ്തു. നാളെ വിധിയാ. എന്നോടെന്താ ഒരു വാക്ക് പറയാഞ്ഞേ? ജീവിതത്തില് ഭാര്യമാരോട് പറയേണ്ടാത്ത കാര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണെന്ന് കൂട്ടിക്കോളൂ. മക്കൾക്കെതിരെ അച്ഛൻ കേസ് കൊടുക്കാന്ന് പറയണത് ലോകത്ത് ആദ്യമായിട്ടുണ്ടായ മഹാസംഭവമൊന്നും അല്ലല്ലോ. അച്ഛനമ്മമാരോടുള്ള കടമ സ്നേഹത്തോടെ ചെയ്യണവരാ മക്കള്. അത് മറക്കണൊരു മക്കളല്ല. കടമകൾ ചെയ്യോ ചെയ്യാതിരിക്കോ, മക്കള് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളെ അമ്മയാകൂ. അവര് നമ്മളെ ചവിട്ടി പുറത്താക്കിയതിന്റെ വേദന മറന്നോ പാറൂട്ടി? വയറ്റി കിടക്കുമ്പോ അവർ ചവിട്ടിയ വേദന ഒരുപാട് അനുഭവിച്ചതാ. ഇപ്പൊ ഇതൊന്നും വേദനയായിട്ട് എനിക്ക് തോന്നണില്ല. വേണ്ട മേന്നെ, കുട്ടികളെ വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടണ്ട. എന്താ ഒന്നും മിണ്ടാത്തെ? അവർക്ക് മാപ്പ് കൊടുക്കില്ലെന്നാണോ? അവരോട് പൊറുക്കില്ലെന്നാണോ? അവരോട് പുറത്തൊന്നും പറയാതെ എന്നോട് ഇനി മിണ്ടണ്ട. വേണ്ട, എന്നോടൊന്നും പറയണ്ട. എന്റെ കുട്ടികളോട് പൊറുക്കാതെ എന്നെ ഇനി കാണണ്ട. എന്നോടൊന്നും പറയും വേണ്ട. എങ്ങോട്ടാ? പോകരുത്. നമ്മുടെ മക്കളെ ശിക്ഷിക്കരുത്. പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. പക്ഷെ എന്റെ മക്കളെ തെരുവിലിറക്കാനാണ് ഭാവമെങ്കിൽ തിരിച്ചു വരുമ്പോ ഞാനുണ്ടാവില്ല. അന്യായ സംഖ്യയായ 6,50,000 രൂപ അന്യായ തീയതി മുതൽ സംഖ്യ ഈടാക്കുന്നതുവരെ 12% പലിശയും കോടതി ചെലവും പ്രതികളിൽ നിന്നും പ്രതികളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളിൽ നിന്നും ഈടാക്കിയെടുക്കുവാൻ വാദി മേലെ പുരയ്ക്കൽ ചന്ദ്രശേഖര മേനോനെ അനുവദിച്ച് വിധിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ സങ്കടം കേട്ട് അനുകൂലമായൊരു വിധി തന്നതിന് നന്ദി. പക്ഷേ ആരുടെയും ഒരു സ്വത്തും എനിക്ക് വേണ്ട. ഇതിനേക്കാൾ ഒക്കെ വലിയൊരു സ്വത്ത് എനിക്കുണ്ട്, എന്റെ പാർവതി. മക്കളുടെ സ്വത്തുക്കൾ തിരിച്ചു വാങ്ങരുതെന്ന് അവൾ എന്നോട് വാദിച്ചു. അവളെ തോപ്പിച്ചിട്ട് എനിക്ക് ജയിക്കണ്ട. മക്കളെ തോൽപ്പിച്ചിട്ട് തിരിച്ചു എന്നാ അയാളെ കാണില്ല എന്നാ പറഞ്ഞിരിക്കണേ. എന്റെ പാർവതി ഇല്ല അച്ഛാ, പിന്നെ ഞാനില്ല. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ ദയുണ്ടാവണം. എന്റെ പാർവതിയെ നഷ്ടപ്പെടുത്തിയിട്ട് ആരുടെ സ്വത്ത് എനിക്ക് വേണ്ട. പാർവതിയെ, പാർവതി,
ഒടുവിൽ താൻ തന്നെ ജയിച്ചിരിക്കണു. മേനോൻ ഇപ്പോഴും തോറ്റു. താൻ വാദിച്ചില്ലേ മക്കളെ തോൽപ്പിച്ചിട്ട് ഒന്നും വേണ്ടെന്ന്? വേണ്ട, ഒക്കെ അവർക്ക് തിരിച്ചു കൊടുത്തു. അവരുടെ ഒരു സ്വത്തും നമുക്കിനി വേണ്ട. എന്റെ ഏറ്റവും വലിയ സ്വത്ത് താനല്ലേടൂ. തനിക്ക് വേണ്ട പിന്നെ എന്തിനാ എനിക്ക്? ഒക്കെ തിരിച്ചു കൊടുത്തു. സന്തോഷമായില്ലേ? എന്തേലും ഒന്നും മിണ്ടടൂ. ഇനി നമുക്കിടയില് ഇങ്ങനെ കൊട്ടിയടച്ചൊരു വാതിൽ വേണോ? വേണ്ട, തുറക്ക്. അറുട്ടേ, തുറക്ക്. എന്നാലും എന്നോട് മിണ്ടില്ല എന്ന് പറയാൻ തനിക്ക് എങ്ങനെ നാവ് പൊങ്ങിന്നാ ഞാൻ വിചാരിക്കണേ? ആ, തുറക്ക്. പാറുട്ടേ, ഒന്ന് തുറക്കാൻ. പാറുട്ടേ, തുറക്കടോ. പാറുട്ടേ, എന്താ ഇത്? പാറുട്ടേ, പാറുട്ടേ, പാറുട്ടി തുറക്കാൻ. പാറുട്ടേ, 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 തുറക്കാൻ. വാതിൽ തുറക്കാൻ. പാറുട്ടേ, 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 പാറുട്ടേ. രാധ എത്തിയില്ലല്ലോ? ഇല്ല, എത്തിയിട്ടില്ല. പോലീസ് ഫോർമാലിറ്റീസ് കഴിഞ്ഞ സ്ഥിതിക്ക് എന്താ വേണ്ടേ? വേണ്ടേ? പാർവതി ഭാഗ്യവതിയാ. മക്കൾക്ക് വേണ്ടിയാ അയാൾ ജീവിച്ചത്, മക്കൾക്ക് വേണ്ടിയാ മരിച്ചത്. ഒരമ്മയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യാ വേണ്ടത്? കണ്ടില്ലേ, കുളിച്ചൊരുങ്ങി സിന്ദൂരവും ചാർത്തി ഒരു മംഗളകർമ്മം നടത്തിയ പോലെയാ പോയിരിക്കണേ. ഒരു സങ്കടേ ഉള്ളൂ, മക്കൾക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങി. ഞാൻ കൊടുത്ത സിന്ദൂരം നിറയിൽ അണിഞ്ഞപ്പോ അയാള് പോയാൽ ഒന്നും മിണ്ടാൻ, ഓട്ടമേന്നെ സാരമില്ല എന്ന് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാൻ ആരോരുമില്ലാണ്ട് അനാഥപ്രേതം പോലെ ഒരു കിളവൻ ഈ ഭൂമിയിൽ തെണ്ടി നടക്കുമെന്ന് ഒരു നിമിഷം ഓർത്തില്ലല്ലോ തമ്പി. രാധിക എത്തിയിട്ടില്ല. എന്താ വേണ്ടേ?
ഒരു വഴിപാടൂടെ ബാക്കിയുണ്ട്. ആ കടം കൂടി വീട്ടണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ആർക്കും അച്ഛനൊരു ബാധ്യതയാവില്ല. നിങ്ങളെല്ലാരും സന്തോഷമായിട്ടിരിക്കണം. എന്നാലേ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ അച്ഛനുണ്ടാവും. മോളെ, പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി. എന്നിട്ട് പോകരുതേ